മന്ത്രിസ്ഥാനത്തെ ചൊല്ലി മുസ്ലിം ലീഗിലും പൊട്ടിത്തെറിയാണ്. പി കെ ബഷീറിനെ ലിസ്റ്റിൽ നിന്ന് വെട്ടിയതിൽ ഏറനാട് മണ്ഡലത്തിലാണ് വ്യാപകമായ പ്രതിഷേധമുയരുന്നത്. ആദ്യഘട്ട ലിസ്റ്റിൽ പി കെ ബഷീറിനെ ഉൾപ്പെടുത്തിയിരുന്നു. എന്നാൽ മലപ്പുറത്ത് നിന്ന് കെ എം ഷാജിയും പി കെ കുഞ്ഞാലിക്കുട്ടിയും ലിസ്റ്റിൽ ഉൾപ്പെട്ടതോടുകൂടി പി കെ ബഷീറിനെ ഒഴിവാക്കിയതിനെതിരെ ലീഗിലെ വലിയൊരു വിഭാഗം രംഗത്ത് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. പി കെ ബഷീറിനെ അനുകൂലിച്ച് സമൂഹ മാധ്യമങ്ങളിൽ ലീഗ് അണികളുടെ ചർച്ച കൊടുമ്പിരി കൊള്ളുന്നു. ശിവദാസ് കന്മനത്തിലേക്ക് പോകുന്നു. ശിവദാസ്, പി കെ ബഷീർ മന്ത്രിയാകും എന്നുള്ളതായിരുന്നു ആദ്യഘട്ടത്തിലുള്ള ചർച്ച. പക്ഷേ ഇപ്പോൾ ഈ സത്യപ്രതിജ്ഞയ്ക്ക് ഏതാണ്ട് മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ളപ്പോൾ അതെല്ലാം തന്നെ മാറി മറിയുന്നു. അതായത് ലിസ്റ്റ് തന്നെ പാടെ മാറി മറിയുന്ന ഒരു സാഹചര്യമുണ്ട്. എന്താണ് ഒരു വിഭാഗം വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിന് കാരണമാക്കി ചൂണ്ടിക്കാട്ടുന്നത്? തീർച്ചയായും അത് തന്നെയാണ്. കാരണം ഒരു വിഭാഗം ഇപ്പോൾ വലിയ രീതിയിലുള്ള ഒരു എതിർപ്പിൽ തന്നെയാണ്. കാരണം മുസ്ലിം ലീഗിൻ്റെ ആദ്യഘട്ട ലിസ്റ്റിൽ പി കെ ബഷീർ ഉൾപ്പെട്ടിരുന്നു. പി കെ ബഷീർ ഏകദേശം മന്ത്രിയാകും എന്നുള്ള തരത്തിലുള്ള പ്രചാരണങ്ങളൊക്കെ തന്നെയായിരുന്നു നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത്. എന്നാൽ അവസാന വട്ടത്തിലേക്ക് എത്തിയപ്പോഴാണ് പി കെ ബഷീറിൻ്റെ പേര് മന്ത്രി ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കിയത്. അതായത് മലപ്പുറം ജില്ലയിൽ 3 പേർ വേണ്ട എന്നൊരു തീരുമാനത്തിലേക്കാണ് ലീഗ് എത്തിയത്. നേരത്തെ അതിൽ പി കെ കുഞ്ഞാലിക്കുട്ടി അതോടൊപ്പം തന്നെ കെ എം ഷാജി, 2 പേരും മലപ്പുറം ജില്ലയിൽ നിന്നുള്ള ജനപ്രതിനിധികളാണ്. വേങ്ങരയിൽ നിന്നും കെ എം ഷാജി വിജയിച്ചു. മലപ്പുറത്ത് നിന്നും നിയമസഭാ സാമാജികനായി തിരഞ്ഞെടുക്കപ്പെട്ടത് പി കെ കുഞ്ഞാലിക്കുട്ടിയാണ്. അതുകൊണ്ട് തന്നെ ഇനി കൂടുതൽ പേർ മന്ത്രിമാരായി മലപ്പുറം ജില്ലയിൽ നിന്നും വേണ്ട മറ്റ് ജില്ലകളിലേക്ക് പ്രാതിനിധ്യം കൊടുക്കാം എന്നുള്ള ഒരു തീരുമാനത്തിലാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് എത്തിയിരിക്കുന്നത്. തിരുവനന്തപുരത്ത് ചേർന്ന യോഗത്തിലാണ് അവർ അത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. ഇതിനെതിരെ വ്യാപകമായൊരു പ്രതിഷേധം ലീഗിനുള്ളിൽ തന്നെ ഉണ്ട്. പ്രത്യേകിച്ച് പി കെ ബഷീർ MLA ആയ ഏറനാടാണ് ഇത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഉള്ളത്. കാരണം നിലവിൽ 3ാം തവണയാണ് പി കെ ബഷീർ ഏറനാട് മണ്ഡലത്തിൽ നിന്നും വിജയിച്ചത്. അതുകൊണ്ട് തന്നെ ഇനി ഒരു തവണ ഒരു പക്ഷേ പി കെ ബഷീറിന് മത്സരിക്കാനുള്ള ഒരു സാധ്യത ഇല്ല. കാരണം അവരുടെ മാനദണ്ഡങ്ങൾ അനുസരിച്ച് 3 തവണ മത്സരിച്ച ആളുകൾ മാറി നിൽക്കുക എന്നുള്ള മാനദണ്ഡം നടപ്പിലാക്കിക്കൊണ്ടാണ് മുസ്ലിം ലീഗ് ഓരോരുത്തരെയും സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തവണ ഇല്ലെങ്കിൽ പിന്നീടില്ല എന്ന തരത്തിലുള്ള ഒരു പ്രചാരണമാണ് സോഷ്യൽ മീഡിയയിലടക്കം വ്യാപകമായി തന്നെ ലീഗ് അണികൾ നടത്തുന്നത്. പി കെ ബഷീർ നമുക്കറിയാം സീതി ഹാജിയുടെ മകൻ കൂടിയാണ്. അതായത് മുസ്ലിം ലീഗിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവ് കൂടിയായിരുന്നു സീതി ഹാജി. അദ്ദേഹത്തിന് അക്കാലത്ത് മന്ത്രിസ്ഥാനം വേണം എന്നുള്ള ഒരു ആവശ്യം ലീഗ് നേതൃത്വത്തിനെതിരെ പ്രവർത്തകർ രംഗത്ത് എത്തിയിരിക്കുകയാണ്. ലീഗിൽ വമ്പൻ പൊട്ടിത്തെറിയുടെ സമയമാണ് എന്നുള്ളതാണ് ശിവദാസ് റിപ്പോർട്ട് ചെയ്തത്.